ഡോക്ടർ നുസ്രത് ജഹാൻ ഹമാസിന് വേണ്ടി, ലക്ഷദ്വീപിന് വേണ്ടി, പലസ്തീന് വേണ്ടി, NRCക്ക് വേണ്ടി, CAAക്ക് വേണ്ടി, കാശ്മീർ പ്രത്യേക പദവി എടുത്ത് കളഞ്ഞതിന് വേണ്ടി, വഖഫ് ഭേദഗതി ബില്ലിന് എതിരെ, മുത്തലാഖിനെതിരെ ഇന്നലെ വെള്ളിയാഴ്ച ജുമാ നിസ്കാരം കഴിഞ്ഞ് കേരളത്തിലെ പള്ളികളിൽ ഇന്ത്യ എന്ന സ്വന്തം രാജ്യത്തിന് വേണ്ടി പ്രത്യേക പ്രാർത്ഥന ഉണ്ടായോ? ഡോക്ടർ നുസ്രത് ജഹാന്റെ ചോദ്യമാണ് നമ്മളിപ്പോൾ കേട്ടത്. എന്താണെങ്കിലും നേരെ നമുക്ക് ഈ ചോദ്യത്തിനുള്ള ഉത്തരം കൊടുത്തിട്ട് 4 എണ്ണം ഈ സംഘടനയോട് പറയാനുണ്ട്. നമ്മുടെ രാജ്യത്തിനെ നമ്മൾ സ്നേഹിക്കണം, അത് നമ്മുടെ ഈമാനിന്റെ ഒരു ഭാഗമാണെന്നാണ് പഠിപ്പിച്ചത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഇങ്ങനെ സംഘടന ഉണ്ടാവാനുള്ള കാരണം ഇന്ത്യയുടെ വളരെ മനോഹരമായിരിക്കുന്ന ഒരു പ്രദേശത്ത് 27ഓളം വരുന്ന ആളുകളെ അതിനിഷ്ഠൂരമായി കൊല ചെയ്ത് അവിടുത്തെ സർക്കാർ അവിടെയുള്ള തീവ്രവാദികൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമ്മളൊക്കെ കാണാനിടയായത്. അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ സിന്ദൂർ ഒരിക്കലും ഇവിടത്തെ ഒരു സ്ത്രീ അവരുടെ സിന്ദൂരം അത് മായ്ച്ചു കളഞ്ഞ് വിഷമിക്കുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടാവാൻ പാടില്ല എന്ന ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് നമ്മുടെ രാജ്യം ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിട്ടുകൊണ്ട് ഈ രാജ്യത്തിന്റെ ശത്രുക്കളെ എന്തിനധികം പാകിസ്ഥാനുള്ള ആ പാകിസ്ഥാൻ ഒത്താശ ചെയ്തു കൊടുക്കുന്ന ആ തീവ്രവാദികളെ വകവരുത്താൻ വേണ്ടി ഇപ്പോ ഈ ജുമാക്ക് മുന്നേ പോലും കറാച്ചിയിലൊക്കെ വലിയ ബോംബാക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ട മുമ്പിനികൾ, നമ്മുടെ രാജ്യത്തിന് എതിരായി വരുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ശത്രുക്കൾ തന്നെയാണ് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവൃത്തികളും ഒക്കെ ഇതിന് അനുകൂലമായി നമ്മുടെ രാജ്യത്തിന് ശ്രമിക്കണം. ഒരിക്കലും നമ്മുടെ രാജ്യം ഒരു മുസ്ലിമിന്റേത് മാത്രമോ, ഒരു ഹിന്ദുവിന്റേത് മാത്രമോ, ഒരു ക്രൈസ്തവന്റേത് മാത്രമോ അല്ല. ഈ രാജ്യം നമ്മുടേതാണ്. ഈ രാജ്യത്ത് വസിക്കുന്ന ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഈ രാജ്യത്തിനെ സ്നേഹിക്കൽ അവരുടെ ബാധ്യതയാണ്. താത്ത അവിടെ കൊണ്ട് തീരുന്നില്ല. എന്താ ഒരുപാട് കേട്ടോ, 1, 2 അല്ല താത്ത ഉള്ളത്. ഇങ്ങനത്തെ ഒരുപാട് പള്ളികളിൽ പ്രാർത്ഥനകൾ നടന്നിട്ടുണ്ട്. പിന്നെ മറ്റേ കടുങ്ങല്ലൂർ ജുമാ മസ്ജിദിൽ ജുമാ നമസ്കാരത്തിന് ശേഷം ഇതുപോലെ തന്നെ രാജ്യത്തിന് വേണ്ടി, സൈനികർക്ക് വേണ്ടി, രാജ്യത്തിന്റെ സമാധാനത്തിന് വേണ്ടി അബ്ദുൽ സത്താർ അംജദിയുടെ നേതൃത്വത്തിലുള്ള പ്രാർത്ഥനയാണ്. അതുവരെ ഈ ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ പോകുന്നതിൻ്റെ ഇടയ്ക്ക് എന്തിനാടി ഇതിൻ്റെ ഇടയ്ക്ക് മതം കൊണ്ടുവരുന്നത്? ഇതിൻ്റെ ഇടയ്ക്ക് അതായത് മുസ്ലിങ്ങൾ എതിർത്തിട്ടുള്ള CAA ആണെങ്കിലും NRC ആണെങ്കിലും വഖഫ് ആണെങ്കിലും ഇതെല്ലാം കൂടെ കൂട്ടി വെച്ചിട്ട് ഇതിനൊക്കെ വേണ്ടി പ്രാർത്ഥിച്ച് എന്തുകൊണ്ട് യുദ്ധത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല? ഇങ്ങനത്തെ ഒരു വർഗീയ പോസ്റ്റ്, നിൻ്റെയൊക്കെ ഉള്ളിലെ വർഗീയ ചിന്താഗതി എത്രത്തോളം ഉണ്ട്? നീയൊക്കെ എത്രത്തോളം വിഷമാ തുപ്പിക്കൊണ്ടിരിക്കുന്നത്? ഈ ഒരു പ്രത്യേക ഒരു സമയത്തെ, യുദ്ധസമാന്തരമായിട്ടുള്ള ഈ ഒരു സമയത്ത് നിൻ്റെയൊക്കെ വായിന്ന് വരുന്ന വർഗീയ ചിന്തകൾ എത്രത്തോളം നിൻ്റെയൊക്കെ നിൻ്റെയൊക്കെ ഇങ്ങനെ ഓടുന്ന ചോരയായിരിക്കില്ല, വിഷമായിരിക്കും, വർഗീയ വിഷം. എന്ത് കണ്ടിട്ടാണ് നീ തുള്ളുന്നതെന്ന് മനസ്സിലാവാത്തത്? എന്താണ് ഈ നാട്ടിലെ ആൾക്കാരെ തമ്മിൽ അടുപ്പിച്ചിട്ട് നിൻ്റെ അണ്ണാക്കിലേക്ക് ആര് എന്ത് സാധന കൊത്തിക്കയറ്റി തരുന്നത്? പൈസയാണോ? അതല്ല വേറെ വല്ലതുമാണ്?